ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂരിൻ്റെ സ്വന്തം ഗ്രൗണ്ടായ കണ്ണൂർ പോലീസ് മൈതാനത്താണ്. അതായത് ഇവിടെ ഇപ്പം പുഷ്പോത്സവം നടക്കുന്നുണ്ട്. എല്ലാ കൊല്ലവും ഉണ്ടാകുമ്പോൾ ഇപ്രാവശ്യവും പുഷ്പോത്സവം 2025 അപ്പോൾ നടക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ഇപ്പം ജനുവരി 16 മുതൽ 27 വരെയാണ് ഇവിടെ ഇപ്പോൾ ഇത് നടക്കുന്നത് ഈ ഗ്രൗണ്ടിൽ. അപ്പോൾ ഇവിടെ ഒരാൾക്ക് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് 60 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് എന്തൊക്കെ കാണാനുണ്ട് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഭക്ഷ്യ സ്റ്റാളുകൾ, മറ്റ് കരകൗശല വസ്തുക്കൾ, പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇതിനുള്ളിലുണ്ട്. കൂടാതെ പുഷ്പോത്സവത്തിൻ്റെ പ്രദർശനവും വിൽപ്പനയും എല്ലാം ഇതിനുള്ളിലായിട്ടുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ട ചെടിയോട് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇതിനുള്ളിൽ പോയിട്ട് വില കൊടുത്ത് മേടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഇവിടുത്തെ ഇതിൻ്റെ ഉള്ളിലായിട്ട് എന്തൊക്കെയുണ്ട് എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത് 16-ാം തീയതിയാണ്. നമ്മളെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ആണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അവരൊക്കെയാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ കുറച്ച് കാര്യങ്ങൾ, അതായത് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കാഴ്ചകൾ കാണാം. എന്തൊക്കെ ചെടികളുണ്ട് നമുക്കവിടെ പോലെ എല്ലാം പരമാവധി എനിക്ക് എടുക്കാൻ സാധിച്ചില്ല. എന്നെ കൊണ്ടാവുന്നതൊക്കെ എടുത്തു. ഒരുപാട് ഐറ്റംസ്, ഒരുപാട് ചെടികൾ പല തരത്തിലുള്ള ഇതിൻ്റെ ഉള്ളിലായിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോയാലും ഇവിടുന്ന് ആരും ഒന്നും മേടിക്കാണ്ട് വരില്ല, അത്രത്തോളം ചെടികൾ ഇതിൻ്റെ ഉള്ളിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ, ഇതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, അല്പസമയത്തിനുള്ളിൽ ഈ രീതിയിൽ ആരംഭിക്കാൻ പോകുകയാണ്. ഇനി വരും നാളുകൾ വസന്തത്തിന്റെ വർണ്ണോത്സവത്തിന് കണ്ണൂരിന്റെ ചരിത്രപര വേദിയാവുകയാണ്. ഉദ്ഘാടന സമ്മേളനം അല്പസമയത്തിനുള്ളിൽ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവർ നിർവഹിക്കുന്നതാണ്. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് സാറും കണ്ണൂർ ജില്ലാ കളക്ടറൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത്.
കണ്ണിനും കാതിനും മനസ്സിനും ഒരുപോലെ കുളിർമ പകരുന്ന വൈവിധ്യങ്ങളായ പൂക്കളുടെയും പൂച്ചെടികളുടെയും ഫലവൃക്ഷ തൈകളുടെയും പ്രദർശനവും വിൽപ്പനയും, നടീൽ വസ്തുക്കൾ, പഴങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയവയുടെ പ്രദർശനവും വിൽപ്പനയുമായി കണ്ണൂർ പോലീസ് മൈതാനിയിൽ കണ്ണൂർ പുഷ്പോത്സവം 2025 ജനുവരി 16 മുതൽ 27 വരെ നടക്കുന്നു. കണ്ണൂർ പുഷ്പോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം അല്പ സമയത്തിനകം ഈ വേദിയിൽ വെച്ച് ബഹുമാനപ്പെട്ട കേരളത്തിലെ പ്രിയങ്കരനായ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവർ നിർവഹിക്കുന്നു. സ്വന്തം ഫ്ലവർ ഷോ കണ്ണൂർ പുഷ്പോത്സവം 2025 ജനുവരി 16 മുതൽ 27 വരെ പോലീസ് മൈതാനിയിൽ കണ്ണൂർ ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 50 വർഷത്തിലേറെയായി നടന്നുവരുന്ന കണ്ണൂർ പുഷ്പോത്സവം കണ്ണൂരിന്റെ ജനകീയ കൂട്ടായ്മയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പഠിക്കുന്ന തിരഞ്ഞെടുത്ത കുട്ടികളുടെ സംഗീത ശില്പം അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നവർ എന്തായാലും ഇവിടെ വരിക. ഇവിടെ ടിക്കറ്റ് ചാർജ് നേരത്തെ പറഞ്ഞാൽ 60 രൂപയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഒരുപാട് ചെടികൾ ഇവിടുന്ന്, ചെടികളെ സ്നേഹിക്കുന്നവർക്ക് ഇവിടുന്ന് മേടിച്ച് പോകാൻ പറ്റും. ഞാനിപ്പോൾ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല, കാരണം ഇവിടെ പേര് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ചെടികളും മറ്റ് കായ്കൾ ഉണ്ടാകുന്ന മറ്റുള്ള വൃക്ഷങ്ങളൊക്കെ ഇവിടെ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ജനുവരി 16 തുടങ്ങിയിട്ട് 27 വരെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾക്ക് എപ്പോഴും വരികയാണെങ്കിൽ നിങ്ങളിവിടെ വരിക, അത്ര മാത്രമേ പറയുള്ളൂ. ബാക്കി കാഴ്ചകളൊക്കെ ഇവിടെ എന്ത് ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഈ വീഡിയോയിലൂടെ എന്തൊക്കെ പൂവുകൾ നിങ്ങൾ കാണുന്നുണ്ടോ അതൊക്കെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. പിന്നെ മേടിക്കാൻ പറ്റാതെ കണ്ടിട്ട് പോകാനൊക്കെ പറ്റും. അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ കാഴ്ചകൾ നിങ്ങൾ കാണും ഇവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ളത്. അപ്പോൾ വിശദമായിട്ട് ഞാൻ കാര്യങ്ങൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇതിനെപ്പറ്റി ചെടികൾ നമുക്ക് അറിയാത്ത ഒരുപാട് ചെടികളുണ്ട്, ഈ കായ്കൾ, മറ്റ് പാഷൻ ഫ്രൂട്ട്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ നമുക്ക് ഈ കാണുന്ന പോലത്തെ മേടിച്ച് പോകാൻ പറ്റും. ഓക്കെ, ഏതായാലും നിങ്ങൾ ബാക്കിയുള്ള വീഡിയോ കൂടി കാണുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ജനുവരി 27 വരെ ഇവിടെ ഉണ്ട്. കണ്ണൂർ പോലീസ് മൈതാനിയിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ പപ്പായ, അങ്ങനെ ഒരുപാട് ഐറ്റംസ്, ജാക്ക് ഫ്രൂട്ട്സ്, ചക്ക, പലതരം ചക്കകൾ, അതായത് ചെറിയ പ്ലാവുമ്മൽ ഉണ്ടാകുന്ന ചക്ക, അതൊക്കെ ഇവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള പല ഐറ്റംസും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. ഇതിപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ തന്നെ ഇതെങ്ങനെ ഇതിനെ പരിപാലിക്കണം എന്നുള്ള, ഇതിൻ്റെ വളങ്ങൾ ഇപ്പോൾ ഏത് സമയത്ത് നനക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ സ്റ്റാളിലും ഓരോരോ വ്യക്തികളാണ്, പല ഭാഗത്തു നിന്ന് വ്യക്തികളാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അവർ നിങ്ങളോട് കാര്യങ്ങൾ, ഇത് ഓരോ ചെടികളും എങ്ങനെ പരിപാലിക്കണം, ഏത് വളം ഇടണം എന്നൊക്കെ അവർ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരും. അതിനനുസരിച്ച് നിങ്ങൾ ഇവിടുന്ന് ഇഷ്ടപ്പെട്ട ചെടികൾ മേടിക്കുക. അത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിനനുസരിച്ച് അവർ പറയുന്നത് പോലെ അതിനെ പരിപാലിച്ചാൽ ഇതുപോലെ തന്നെ കുറേ കാലം വീട് നിൽക്കും. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള വീഡിയോ കൂടി നിങ്ങൾ കാണുക.
അപ്പോൾ ചെടികളും മറ്റ് വൃക്ഷത്തൈകളും കണ്ടതിനും മേടിച്ചതിനും ഒക്കെ ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ പല സ്റ്റാളുകളുണ്ട്. പല ഐറ്റംസ് സാധനങ്ങളൊക്കെ ഫാൻസി ഐറ്റംസും ബാഗ് അങ്ങനത്തെ പല ഐറ്റംസും എല്ലാം ഇവിടെ ഉണ്ട്. ഞാനിപ്പം കയറിയതിൻ്റെ തുടക്കം ഫസ്റ്റ് ദിവസമായതിനാൽ എല്ലാം ഓപ്പൺ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറേ സ്റ്റാളുകൾ ഇവിടെ കാലിയായിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, എങ്കിലും അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഇവിടെ സ്റ്റേജ് പരിപാടി ദിവസവും ഡാൻസ് പാട്ട് എല്ലാം നടക്കുന്നുണ്ട്. അതൊക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ചിട്ട് വേണമെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ തൊട്ടിലുകളുണ്ട്, അതൊക്കെ ആസ്വദിച്ചിട്ട് നമുക്ക് പുറത്തിറങ്ങാം. എന്തായാലും നിങ്ങൾ ഒരു ദിവസം ഇവിടെ വരിക. ഏതായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക. ഇതുപോലെ കണ്ണൂരിലോ മറ്റ് പ്രദേശങ്ങളിൽ നടക്കുന്ന വീഡിയോകൾക്കായി നിങ്ങൾ ഈ ഒരു ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവിധ സപ്പോർട്ടും തരിക. ഓക്കെ, താങ്ക് യു. അതിനനുസരിച്ചിട്ടുള്ള പദ്ധതികളുമായി കോർപ്പറേഷൻ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ കർഷകരെ, ഭൂ കർഷകരെ